അടുത്ത നമുക്ക് എ ഡി സി നോക്കാം. അനലോഗ് ടു ഡിജിറ്റൽ. ഔട്ട്പുട്ട് ഡിജിറ്റൽ ആയിരിക്കും. ഇപ്പോൾ ഒരു അനലോഗ് കൊടുക്കുന്നു, ഒരു ബേസിക് ഡയഗ്രാമാണ്, കുറേ ഡിജിറ്റൽ ബിറ്റ് വരുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നു, കൺവേർഷൻ എല്ലാം കഴിയുമ്പോൾ EOC എൻഡ് ഓഫ് കൺവേർഷൻ എന്നൊരു സിഗ്നൽ ഔട്ട്പുട്ട് വരുന്നു. ഇവിടെ ഒരു റെഫറൻസ് വോൾട്ടേജ് ഉണ്ട്, അത് ജനറൽ. അപ്പോൾ ഇത് നമുക്ക് പഠിക്കാനുള്ളത് 3 ടൈപ്പാണ്. ഫ്ലാഷ് ടൈപ്പ് ADC, അല്ലെങ്കിൽ AD കൺവേർട്ടർ, അല്ലെങ്കിൽ പാരലൽ എന്നും പേര് പറയും. ഫ്ലാഷ് എന്ന് വെച്ചാൽ ഏറ്റവും സ്പീഡുള്ളതാണ്. ഇത് പാരലലി ഓപ്പറേഷൻ നടക്കുന്നത് കൊണ്ടാണ് ഇതിന് ഫ്ലാഷ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടിൽ ഇപ്പം ഒരു 8 ബിറ്റ് ഇൻപുട്ടാണെങ്കിൽ 8 കമ്പാരേറ്റർ ഇൻപുട്ടിൽ കാണും, ഒരു എൻകോഡർ കാണും. ഇതൊരു പ്രയോറിറ്റി എൻകോഡറാണ്. അതുപോലെ തന്നെ 8 ആണെങ്കിൽ 2�3 അല്ലേ 8, അപ്പം 3 ആയിരിക്കും ഔട്ട്പുട്ടിലുള്ള ബിറ്റിൻ്റെ എണ്ണം. അപ്പം നിങ്ങൾക്കറിയാമല്ലോ 3 ബിറ്റ് ആകുമ്പോഴത്തേക്ക് ഔട്ട്പുട്ട് എന്തുമായിരിക്കും? ഈ ഔട്ട്പുട്ട് 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1 1. അപ്പോൾ അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് എഴുതാൻ അറിയത്തില്ലെങ്കിൽ ഇങ്ങനെയാണ് എഴുതുന്നത്: 0 0 0 1 1 0 1 1. ഒന്നും കൂടെ എഴുതണം: 0 0 0 1 1 0 1 1. മുകളിലെല്ലാം 0 കൊടുക്കണം, താഴെ എല്ലാം 1 കൊടുക്കണം. അപ്പം നമ്മളുടെ ഈ 3 ബിറ്റിൻ്റെ ഔട്ട്പുട്ടായി. ഇപ്പോൾ ഔട്ട്പുട്ടായല്ലോ, ഔട്ട്പുട്ട് സെറ്റായി. ഇനി ഇൻപുട്ടിൻ്റെ ബോക്സ് എങ്ങനെ എഴുതണ്ടേ? ഇൻപുട്ട് 8 കമ്പാരേറ്റർ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ 8 ഇൻപുട്ട് ലൈൻസും കാണുമല്ലോ. അപ്പം ആ ലൈൻസിന് നിങ്ങൾക്ക് പേര് കൊടുക്കാം. X0 താഴേന്ന് കൊടുക്കണേ. X0 X1 X2 X3 എന്നും പറഞ്ഞ് ഹയർ പൊസിഷൻ പോകുമ്പോൾ X0 to X7 വരെ വരും. അപ്പോൾ അതെവിടെ എഴുതിയേക്കുന്നത്? X0 LSB, ഇതല്ലേ LSB. X0 S1 X2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതണം. ആദ്യത്തെ ലൈനിൽ X0 ആയിരിക്കും 1 ആകുന്നത്, പിന്നെ X1 1, X2 1, X3 X4 ഇങ്ങനെ 1 വരും. ഈ X0 1 ആയിക്കഴിഞ്ഞാൽ അത് 1 ആയിട്ട് തന്നെ നിൽക്കും, പിന്നെ അത് മാറത്തില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് X1 X0 1 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും 1 ആയ സ്ഥിതിക്ക് താഴോട്ട് ഇനി അത് മാറത്തില്ല, അങ്ങനെ തന്നെ നിൽക്കും. ഇതും കൂടെ 1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തെല്ലാം ഓൾറെഡി 1 പണ്ട് ആയത് അവിടെ തന്നെ നിൽക്കും, മുകളിൽ മാത്രം 0 വരും. ഈ പ്രയോറിറ്റി എൻകോഡർ എന്ന് പറയാൻ കാരണം X0 1 ആണെങ്കിൽ അത് ഔട്ട്പുട്ടിൽ ഫസ്റ്റ് ലൈനല്ലേ 0 0 0 വരും. ഇനി X1 1 ആണെങ്കിൽ X0 1 ആണല്ലോ, അപ്പോൾ 0 0 0 തരുമോ? ഇല്ല. പ്രയോറിറ്റി കൂടുതൽ ഈ 1-നാണ് 0-നെക്കാട്ടിലും. അതുകൊണ്ട് 0 0 1 തരും. ഇത് 1 ആകുവാണെങ്കിൽ, X2 1 ആകുവാണെങ്കിൽ, X2 1 ആണ്, X1 1 ആണ്, X0 1 ആണ്. പക്ഷേ ഇതിനൊന്നും പ്രയോറിറ്റി ഇല്ല, X2-നാണ് പ്രയോറിറ്റി. അപ്പം 0 1 0 വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബ്ലോക്ക് ഇത് എഴുതേണ്ടത്. ഇനി ഇപ്പോഴത്തെ ഭാഗം എഴുതേണ്ട അനലോഗ് എങ്ങനെയാണെന്ന് എഴുതേണ്ടതെന്ന് പറയാം. ആദ്യം തന്നെ സർക്യൂട്ട് നോക്കിക്കേ. 8 കമ്പാരേറ്റർ ഇല്ലേ? 8 കമ്പാരേറ്റർ വരയ്ക്കണം. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് ഇട്ട് വയ്ക്കണം. എല്ലാ പ്ലസ്സിൽ നിന്നും മുകളിലോട്ട് ഇങ്ങനെ